ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബുക്ക് കോൾസ്. ലെറ്റ്സ് ഓപ്പൺ അവർ ബുക്ക്. നമ്മളിന്ന് ഒരു ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. തലാഖ് അല്ലെങ്കിൽ ഡിവോഴ്സ് ബൈ മഹാശ്വേതാ ദേവി. നമ്മളിവിടെ കാണുന്നത് കുൽസും അല്ലെങ്കിൽ കുൽസു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവർ വിവാഹം കഴിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ വിവാഹം നിശ്ചയിക്കുന്ന ആ ഒരു സമയത്ത് അവരവരുടെ അച്ഛനോട് ചോദിക്കുന്നത് എന്തിനാണ് എനിക്ക് വേണ്ടി ഈ മനുഷ്യനെ ചൂസ് ചെയ്തത് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് പ്രോപ്പർട്ടി ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, വെൽത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എന്താ അങ്ങനെ ഒരാളിനെ ചൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുൽസുമിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അവർ ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത്. ഇവളുടെ അച്ഛൻ വിവാഹ സമയത്ത് കൊടുക്കുന്ന ആ കാശ് കൊണ്ട് ഇവരൊരു പോൾട്രി ഫാമൊക്കെ തുടങ്ങി മുട്ടയൊക്കെ വിറ്റ് നന്നായിട്ടാണ് ജീവിക്കുന്നത്, വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ കുൽസുവിന് 2 സിസ്റ്റേഴ്സുണ്ട്. അവർ രണ്ടുപേർക്കും ഒരുപാട് കാശൊക്കെ ഉണ്ട്. ഒരാൾക്കാണെങ്കിൽ ഒരു പ്ലാന്റേഷനുണ്ട് മൂത്ത ചേച്ചിക്ക്, പിന്നെ ഒരാൾക്കാണെങ്കിൽ കുറേ ലാൻഡൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ജീവിതം അത്ര നല്ലതല്ല, സമാധാനമൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കുൽസും അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്നത് കേട്ടോ, കൂലിയുടെ മകൻ എന്ത് ചെയ്തു, സ്കൂളൊക്കെ കഴിഞ്ഞു, ഷിപ്പിംഗ് കമ്പനിയിൽ ഒരു ജോലി കിട്ടി, കല്യാണം കഴിച്ചു. അയാളിപ്പോൾ വേറൊരു സ്ഥലത്ത് ഖിദിർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നാട്ടുകാരൊക്കെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഗോനു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുൽസുവിൻ്റെ വാപ്പായാണ്. പുള്ളി 3 പെൺമക്കളെയും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ആൾക്കാർക്കാണ് കെട്ടിച്ചു കൊടുത്തത്. പക്ഷേ അതിൽ ഇവളാണ് ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറയാറുണ്ട്. ഈ അർഷദ് എന്നാണ് കേട്ടോ ഹസ്ബൻഡ് പേര്. അർഷദിന് എഡ്യൂക്കേഷനൊന്നും ഇല്ലെങ്കിലും മകനെ പഠിപ്പിക്കാൻ എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ ഈ അച്ഛനാണ്. മകന് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ മകന് ജോലിയൊക്കെ കിട്ടിപ്പോയി. മകൻ വീട്ടിലേക്ക് കാശൊക്കെ അയക്കും. ഈ കാശ് മകൻ അയക്കുന്ന പൈസ ഇവർ സൂക്ഷിച്ചു വെക്കും. എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രാസ് കണ്ടെയ്നറിൽ പൈസയൊക്കെ ഇട്ടിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടും. എന്നിട്ട് ഈ മുട്ട വയ്ക്കുന്ന പൈസയ്ക്ക് അവരുടെ ഡെയിലി എക്സ്പെൻസൊക്കെ അങ്ങനെ പോവും. മകൻ അയക്കുന്ന പൈസ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ കുഴിച്ചിടും. അവരുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത മൺസൂൺ ആകുമ്പോഴേക്കും ഒരു പുതിയ വീട് വെച്ച് അങ്ങോട്ട് താമസം മാറണം എന്ന് കരുതിയിട്ടാണ് ഈ പൈസയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞുകൊണ്ട് ഈ കുൽസുവിൻ്റെ ചെറുകുട്ടി ഗ്രാൻഡ് സണ്ണിന് ഒരു അസുഖം വരുന്നുണ്ട്. ഈ സമയത്ത് കുൽസും ഹസ്ബൻഡും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ കുട്ടീനെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ലോക്കൽ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ കൂലി പറയുന്നതെന്ന് വെച്ചാൽ അവിടെ അടുത്ത് തന്നെ നിധായി എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്നാണ് പറയുന്നത്, ഡോക്ടറുണ്ട്, പുള്ളീനെ കാണിക്കാം. എന്നിട്ട് പുള്ളി പറയട്ടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആദ്യം അങ്ങനെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം കൂലിയുടെ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്നത്, അതായത് ഈ വയ്യാത്ത കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് അർഷദിൻ്റെ കസിൻ്റെ മോളും കൂടിയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നത് വെച്ചാൽ എന്തിനാ അയാളടുത്ത് കൊണ്ടുപോകണേ, നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു സ്ഥലത്ത് കാണിച്ചൂടെ എന്നൊക്കെ മരുമോളും ചോദിക്കുന്നുണ്ട്. അപ്പം അർഷദ് പറയുന്നത് ആ സ്ത്രീ എന്ന് പറയുന്ന വൈഫിനെയാണ്. ആ സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താ വെച്ചാൽ പറയട്ടെ, നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുമകൻ, എൻ്റെ ഫ്ലഷും എൻ്റെ ബ്ലഡുമാണ്, നമുക്ക് അവനെ വേറൊരു സ്ഥലം ഡയമണ്ട് ഹാർബറിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ഡോക്ടറിനെ കാണിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആകെ അവിടെ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂലിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, കുൽസും അല്ലെങ്കിൽ കൂലി അവരോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ കുറേ കാശുണ്ടല്ലോ, ഇതെല്ലാം നീ പൂഴ്ത്തി വെച്ചിരിക്കുകയല്ലേ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ നമുക്കൊരു പശുവിനെ വാങ്ങാമെന്ന്, അപ്പോൾ എൻ്റെ ഗ്രാൻഡ് സണ്ണിന് നല്ല പാല് കുടിക്കാമായിരുന്നല്ലോ, അതുപോലെ നീ കേട്ടില്ലല്ലോ, നിൻ്റെ കയ്യിൽ കാശുള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ നീ നിൻ്റെ ഇഷ്ടത്തിന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പാട്രിയാർക്കിയുടെ ഇതും കൂടി കാണുന്നുണ്ട്. അതായത് പുള്ളിക്കാരി ഒരു സജഷൻ പറഞ്ഞപ്പോൾ അത് ഹസ്ബൻഡിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ കയ്യിലാണ് കാശിരിക്കുന്നത് എന്ന കാര്യവും, അതുകൊണ്ടല്ലേ നീ ഞാൻ പറയുന്നത് കേൾക്കാണ്ട് നിൻ്റെ സ്വന്തം സജഷൻ പറയുന്നത് എന്നൊരു ഡിസ്പ്യൂട്ടും അവിടെ വരുന്നുണ്ട്. അപ്പം അവിടെ ആകെ പ്രശ്നമായി, ബഹളമായി, നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇയാൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ മൊഴി ചൊല്ലാൻ പോവാണ്, തലാക്ക് ചൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ 3 തവണ തലാക്ക് ചൊല്ലുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ കൂലി എന്ത് ചെയ്യാണ്, തല ഇറങ്ങി വീഴുന്നുണ്ട്, ബോധം പോയി തല ഇറങ്ങി വീഴും. ലാസ്റ്റ് ബോധം വരുമ്പം അവൾ എന്ത് ചെയ്യും, അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അതായത് ആ ഒരു ബ്രാസ് കണ്ടെയ്നർ ഉണ്ടല്ലോ കുഴിച്ചു വെച്ചേക്കുന്ന, അതിന് 400 രൂപ കയ്യിലെടുക്കും. അവളുടെ ഗോൾഡും സിൽവറും ആയിട്ടുള്ള ബാംഗിൾസൊക്കെ എടുത്ത് ഒരു ഭണ്ഡാരത്തിൽ ഇങ്ങനെ ഒരു കെട്ടായിട്ട് കെട്ടിയിട്ട് അവർ എൽഡർ സിസ്റ്ററായിട്ടുള്ള ഭൂലിയുടെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് ഭൂലിയോട് പറയുന്നുണ്ട്, ഞാൻ പോവും, എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോവും,
അയാളെ, അതായത് അർഷദിനെ അയാളുടെ മകൻ നോക്കിക്കോട്ടെ, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ്. അയാളുടെ ഫേസ് എനിക്ക് കാണേ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൂലി ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 50 വയസ്സായി, അദ്ദേഹത്തിന് 60 വയസ്സാവാൻ പോകുന്നു, നിങ്ങളിനി എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ നിൽക്കൂ, നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ, പൈസയും ഗോൾഡും സിൽവറൊക്കെ കൊണ്ടാണല്ലോ വന്നിക്കണേ, നിങ്ങളുടെ കാശൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കൂ, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂലി പറയുന്നത് വെച്ചാൽ, ഇതുപോലൊരു ചതിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? ഞാൻ അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അയാൾക്ക് നൈറ്റ് ബ്ലൈൻഡാണ്. ആ സമയത്ത് ഞാനിങ്ങനെ വഴിയിൽ വാതിലിൻ്റെ അടുത്തിങ്ങനെ വാതിൽപ്പടിയിൽ ലാൻറ്റേൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, വഴിയിലേക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് കാന്ത എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ്, അത് അയാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ഹോള് പോലും ഇല്ലാതെ ആ ഫാബ്രിക്ക് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അയാൾക്ക് ഗ്രീൻ ചില്ലി ഇല്ലാത്ത മീൽ ഇഷ്ടമല്ല, എല്ലാ സാധനത്തിലും ഗ്രീൻ ചില്ലി വേണം. അതുകൊണ്ട് ഞാൻ അതിനെ വളർത്തിയിട്ട് എല്ലാ മീലിലും ഗ്രീൻ ചില്ലി ഉണ്ടെന്ന് ഞാനിങ്ങനെ ഉറപ്പാക്കുമായിരുന്നു. അതുപോലെ തന്നെ അയാളുടെ ഗ്ലാസ് ഇങ്ങനെ ട്രെയിനിൽ വെച്ച് മറന്നു പോയപ്പോൾ ഞാൻ പുതിയൊരു ഗ്ലാസ് വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ എന്നെ തലാക്ക് ചൊല്ലിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ഗ്രാൻഡ് സണ്ണിന് വേണ്ടിയിട്ട് എന്നെ തലാക്ക് ചൊല്ലിയില്ലേ? നമ്മുടെ മകനും കുഞ്ഞായിരുന്നപ്പോൾ അസുഖങ്ങൾ വന്നിട്ടില്ലേ, ചുമച്ചില്ലേ, പനി വന്നിട്ടില്ലേ? അപ്പോഴൊക്കെ ഈ നിതായി ഡോക്ടറിനല്ലേ കാണിച്ചത്? അപ്പോഴൊക്കെ അയാൾ മരുന്ന് തന്നില്ലേ? എനിക്ക് ടൈഫോയിഡ് വന്നപ്പോൾ അയാൾ മരുന്ന് തന്നില്ലേ? ഇപ്പോൾ അയാളുടെ അടുത്ത് കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം ഗ്രാൻഡ് സണ്ണിനെ? ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും സിസ്റ്ററിൻ്റെ പേര് പൂലി എന്നാണ് കേട്ടോ. പൂലി മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റു 2 സിസ്റ്റേഴ്സിനും പൈസ ഉണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷം സമാധാനമൊന്നും ഇല്ല. ഈ പൂലിയുടെ ഹസ്ബൻഡിനാണെങ്കിൽ ഇവരെ കൂടാതെ വേറെ 2 വൈഫുണ്ട്, 2 ഭാര്യമാർ കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ എന്നും വഴക്കൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ, അപ്പം സിസ്റ്ററിന് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ലൈഫാണെന്ന് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട് അവർക്കൊരു സന്തോഷമുണ്ട്. പൂലി അവളുടെ യങ്ങസ്റ്റ് സണ്ണിനെ വിളിച്ചിട്ട് പറയാണ്, നീ കുളത്തിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ചുകൊണ്ട് വാ, കൂലിക്ക് മീൻ ഇഷ്ടമാണ്, നമുക്ക് അവൾക്കത് കുക്ക് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നീ അവളുമായിട്ട് ചേർന്ന് നിന്നോ, കുറച്ച് സ്നേഹിച്ചൊക്കെ നിന്നോ, അവളുടെ കയ്യിൽ കാശുണ്ട്, എന്നിട്ട് നിനക്കൊരു അംബ്രല്ല വാങ്ങി തരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടുന്ന അവസരം അവർ മുതലാക്കുകയാണ്. പിന്നെ അവരിങ്ങനെ സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് കൂലി ഒരു കാര്യം അറിയുന്നുണ്ട്, അർഷദിൻ്റെ ഒരു കസിൻ, ഒരു പെറ്റേണൽ കസിൻ അവിടെ നിൽക്കാൻ വരികയാണ് എന്ന് കേൾക്കുന്നുണ്ട്. അവർ തമ്മിലൊരു ന്യൂ ഇൻറ്റിമസി ഉണ്ടാവുന്നുണ്ട്. അവരൊരുമിച്ച് എപ്പോഴും റെഗുലർലി ഈറ്റ് ചിക്കൻ വിത്ത് ദെയർ മീൽസ്. അപ്പോൾ പിന്നെ കൂലിയുടെ സണ്ണാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇതുവരെ വന്നിട്ടും ഇല്ല. അപ്പം പൂലി ഒരിക്കൽ കൂലിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തോ സംഭവിച്ചു, എന്താ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം, ഒരു സിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയാണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അള്ള ഇങ്ങനെ നിങ്ങളെ പണിഷ് ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ കൂലിക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല, ഇവർ ഇവിടെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അടുത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ദൂലിയുടെ അടുത്ത് പോകുമ്പോൾ ദൂലിയും പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അതിനെന്താ ഒരു പ്രശ്നമില്ല, ഇവിടെ നിന്നോളൂ, എന്നിട്ട് ഇവിടെ ഒരു പോൾട്രി ഫാം വാങ്ങിക്കാം, എന്നിട്ട് പുതിയ ബിസിനസ് ഇവിടെ തുടങ്ങാം, എന്നിട്ട് അടുത്ത് തന്നെ ഒരു വീട് വയ്ക്കാം, കയ്യിൽ കാശല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂലിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു തുടങ്ങി. അവൾക്ക് എങ്ങനെയെങ്കിലും തിരികെ പോകണമെന്നാണ്. അവൾ അത്രയും സ്നേഹവും അഫെക്ഷനും കെയറും ഒക്കെ കൊടുത്ത് നർച്ചർ ചെയ്ത് കൊണ്ടുവന്ന ആ ഹോം, അവിടേക്ക് അവൾക്ക് പോകണം. ഇനി എപ്പോഴെങ്കിലും എനിക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ആകെ മനസ്സിലൊരുപാട് വിഷമമാണ്. ഇനി നമ്മൾ കാണുന്നത് കൂലിയുടെ മകൻ ജോലിയുടെ അവധിക്ക് വന്നിരിക്കുകയാണ്. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമ്പോൾ കൂലി ചോദിക്കുന്നത്, നിൻ്റെ അച്ഛൻ എനിക്കിപ്പോൾ ഒരു സ്ട്രേഞ്ചറാണ്, ഞാനൊരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ ജീവിക്കണം എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. കാരണം തലാക്ക് ചൊല്ലി കഴിഞ്ഞല്ലോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ തിരക്കി വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛനൊന്നും കഴിക്കുന്നില്ല, ഫുൾ ഡേ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്ക് ഭയങ്കര സങ്കടമുണ്ട് അന്നങ്ങനെ ചെയ്തതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലൊരു സ്ട്രെയിഞ്ച് സെൻസ് ഓഫ് ജോയ് തോന്നുന്നുണ്ട്. അപ്പോൾ വിഷമമുണ്ട് അല്ലേ എന്നുള്ള കാര്യത്തിൽ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ഡൂലിയുടെ വീട്ടിൽ വെച്ചിട്ട്. എല്ലാവരും കൂലിയുടെ എക്സ്പെൻസിൽ ചായയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, പാനൊക്കെ കഴിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ്. കാശൊക്കെ നമ്മുടെ കൂലിയുടെയാണ്. അപ്പോൾ ഇവിടെ അവരുടെ ഡോട്ടർ ഇൻ ലോയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. കുറച്ച് മുതിർന്ന, കുറച്ച് നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അയാൾ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ അയാളാണ് സംസാരിക്കുന്നത്. കൂലി വീടിനകത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൾഡ് മാൻ ഇങ്ങനെ തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് മോനോട്, അപ്പം നിൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഫാമിലിയുടെ അടുത്തേക്കും ഹസ്ബൻഡിൻ്റെ അടുത്തേക്കും തിരിച്ചു പോകണം എന്നാണോ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കൂലിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ മകൻ ഹാര പറയുകയാണ്, അതെ, അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വയസ്സായ ആൾ പറയുകയാണ്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ച് പൈസ ചിലവുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇനി അർഷദിന് വീണ്ടും ഇവർ വിവാഹം കഴിക്കണമെങ്കിൽ നേരിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇനി കുൽസും വേറൊരാളിനെ വിവാഹം കഴിച്ച് അയാൾ തലാക്ക് ചൊല്ലിയാൽ മാത്രമാണ് പഴയ ഹസ്ബൻഡായിട്ടുള്ള അർഷദിന് വീണ്ടും ഇവരെ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ റൂറൽ ഏരിയാസിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും ഇവിടെ ഈ ഒരു ഇതിൽ കൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോഹൻലാലിൻ്റെ ഒരു ഫിലിമുണ്ടല്ലോ, ഏതായത് മാമ്പഴക്കാലോ എന്താ കിളിച്ചുണ്ടൻ മാമ്പഴോ, ഏതായാലും ആ ഫിലിമിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചൻ ഹനീഫയുടെ വൈഫിനെ ശ്രീനിവാസൻ വിവാഹം കഴിക്കുന്നുണ്ട്. എന്നിട്ട് തലാക്ക് ചൊല്ലിയിട്ട് പുള്ളിക്ക് വീണ്ടും കൊച്ചൻ ഹനീഫയ്ക്ക് വീണ്ടും വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ശ്രീനിവാസൻ തിരിച്ച് തലാക്ക് ചൊല്ലുന്നില്ല. അങ്ങനെ കൊച്ചൻ ഹനീഫയ്ക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കുൽസും വേറെ വിവാഹം കഴിക്കണം. ഇർഫാൻ മൊണ്ടാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ നിക്കാഹിന് റെഡിയാണ്. അപ്പം അയാളെ വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ ഡിവോഴ്സ് ചെയ്യും കുൽസുമിനെ. അപ്പോൾ പ്രശ്നമില്ലല്ലോ, വീണ്ടും അർഷദിനെ വിവാഹം കഴിക്കാമല്ലോ എന്നാണ് പറയുന്നത്. ഇവളിത് കേട്ടിട്ട് ഷോക്ക്ഡായി പോവാണ്. ഈ 35 വർഷം ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി 35 വർഷമായി. ഇത്രയും വർഷത്തിൻ്റെ ഒരു മനുഷ്യനെ വേറൊരു പുരുഷനെ നോക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ഈവൻ അവരുടെ മെയിലായിട്ടുള്ള റിലേറ്റീവ്സൊക്കെ വരികയാണെങ്കിൽ തന്നെ മകൻ്റെ കയ്യിലാണ് ചായയൊക്കെ കൊടുത്തു വിടുന്നത്. അവരുടെ മുന്നിൽ പോലും താൻ പോവാറില്ല. എന്നിട്ടിപ്പോൾ മകന് 27 വയസ്സ് പ്രായമുള്ള മോനെയും വെച്ചിട്ട് വേറൊരാളെ വിവാഹം കഴിക്കാനാണോ പറയുന്നത്, എന്താണ് എന്നൊക്കെ അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പിറ്റേ ദിവസം അർഷദ് ദൂലിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദൂലിയോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക, വേറെ വഴിയില്ല. എങ്കിൽ അതായത് വേറൊരു മനുഷ്യനെ വിവാഹം കഴിച്ച് തലാക്ക് ചൊല്ലാണ്ട് ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിച്ചാൽ അതൊരു പാപമാവും, അതൊരു സിന്നാവും. അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് പാപമാവില്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കാര്യത്തിന് അവളോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ചെയ്യാൻ പറയുന്നു തോന്നുന്നുണ്ടോ, അപ്പോൾ നീ എങ്ങനെയെങ്കിലും കൂലിയോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നൊക്കെ ദൂലിയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വല്ല പെസ്റ്റിസൈഡ് എന്തെങ്കിലും കുടിച്ച് മരിക്കും, നീ അവളോടൊന്ന് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. കൂലി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ദൂലിയോട് പറയാണ്, അദ്ദേഹത്തോട് പറയൂ, നീ എന്താണ് ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾ കടയിൽ പോയൊരു സാധനം വാങ്ങാൻ പോലും എന്നെ സമ്മതിച്ചിട്ടില്ല, വീടിൻ്റെ പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ പോലും സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളാണോ എന്നോടിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് നീ ചോദിക്കൂ ദൂലി എന്ന് ദൂലിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അർഷദ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂലി കേൾക്കുന്നത് വെച്ചാൽ അർഷദ് എല്ലാം വിറ്റു, അവരുടെ ആ പോൾട്രി ഫാമും വീടും ഒക്കെ വിറ്റിട്ട് ഒരു ഫക്കീറാവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട്. ഇവർ വിറ്റ ഈ പ്രോപ്പർട്ടിയും അവരുടെ ആ വീടും ആ ഒരു പോൾട്രി ഫാമും ഒക്കെ നമ്മുടെ ദിത്താരി ഡോക്ടർ 500 രൂപ കൊടുത്ത് വാങ്ങി എന്നൊക്കെ കൂലി അറിയുന്നുണ്ട്. അപ്പോൾ കൂലി നമ്മുടെ ദൂലിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുറച്ച് ബ്രേസ്ലെറ്റും സാധനങ്ങളും ഒക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ ഞാനത് പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നത് വെച്ചാൽ ഹാരയുടെ ഫാദർ അർഷദ് അവിടെ ഉണ്ടായിരിക്കില്ലേ നീ അങ്ങോട്ട് പോയാൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയും, ഞാൻ ഉടനെ പോയിട്ട് വരാം, ഇപ്പോൾ ഈ സ്ഥലം നിതായി ഡോക്ടറിന് വിട്ടല്ലോ, അപ്പോൾ ഇനി എനിക്ക് പോയി എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ വേഗം പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ പോയപ്പോൾ ഹസ്ബൻഡിനെ കണ്ടു, അർഷദിനെ കണ്ടു. അവർ പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്, തിരിച്ചൊറ്റയ്ക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് പ്രായമായില്ലേ, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രിയിൽ 5 മൈൽ നടന്നിട്ട് കൂലി ഒറ്റയ്ക്ക് കൂലിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന അർഷദും കൂലിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. കൂലി പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കൂ, നിങ്ങൾ ഫൂളാണോ, ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങൾ എന്നെ തലാക്ക് ചൊല്ലിയില്ലേ, ഞാൻ കുഴിച്ചു വെച്ച സ്വർണവും പൈസയൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് രാത്രിയാകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർഷദ് ചോദിക്കും, എങ്ങനെ? അപ്പോൾ ട്രെയിനിൽ പോവും, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ പണ്ടൊരിക്കൽ കൊൽക്കത്തയ്ക്ക് ഒരു യാത്ര പോയത്, അവിടെ പോയൊരു സ്ഥലം കണ്ടുപിടിക്കാം, ബെക്ബഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളവിടെ നിന്നില്ലേ, ഒരു റൂമിൽ താമസിച്ചില്ലേ, നമുക്ക് അവിടെ പോയി താമസിക്കാം. അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടത്തില്ലേ, നിങ്ങൾക്ക് ബീഡി ഇങ്ങനെ തെറുക്കാനെന്ന് പറയും, ബീഡി തെറുക്കാൻ അറിയാമല്ലോ, ഞാൻ പോട്ടൊക്കെ വെച്ച് ഇവിടെ കുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ലല്ലോ, അപ്പം നമ്മൾ ഒരു സിന്നും കമ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇവിടെ നിന്നാലല്ലേ പ്രശ്നങ്ങളുള്ളൂ എന്ന് കൂലി ചോദിക്കുകയാണ്. അപ്പോൾ അർഷദ് പറയുന്നത്, നമ്മൾ ഒരു റൂമിലല്ലേ നിൽക്കാൻ പോകുന്നത്, അതൊരു പാവമല്ലേ, നമ്മളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് അല്ലല്ലോ എന്നാണ് അർഷദ് പറയുന്നത്. അപ്പോൾ കൂലി പറയുന്നത്, ആ ഇർഫാനെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർഷദ് ചോദിക്കുന്നത്, നമ്മുടെ മകൻ ഹാര എന്ത് പറയും എന്നാണ്. അപ്പോൾ കൂലി പറയുന്നത്, അവനിഷ്ടമുള്ള എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, നമുക്ക് അവനോട് പറയാൻ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടല്ല ജീവിക്കാൻ പോകുന്നതെന്ന്. എന്നിരുന്നാൽ പോലും ഇത്രയും വർഷം അങ്ങനെയാണല്ലോ ജീവിച്ചത്, ഇനി പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് ഉണ്ടാവാമല്ലോ, ഒരുമിച്ചിരിക്കാമല്ലോ. അപ്പോൾ
വേണമെങ്കിൽ അവനതൊരു പാവമായിട്ട് തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇയാൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയും? അപ്പോൾ ഇവൾ പറയും, അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, നിങ്ങൾ വേഗം എണീക്കൂ, നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ ഇരുട്ടിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അടുത്ത ദിവസം നേരം പുലരുമ്പോൾ ഹോൾ വില്ലേജ് അറിയുന്നുണ്ട് അവരിങ്ങനെ ഒരുമിച്ച് കടന്നു കളഞ്ഞു എന്ന്. എല്ലാവരും പറയുന്നുണ്ട് അവരെന്ത് പാപമാണ് ചെയ്തത്, ഇപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും അല്ലല്ലോ, എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ എവിടെയാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കൂലി ഇതൊന്നും ബോദർ ചെയ്യാതെ അവളുടെ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഈ കഥയുടെ അവസാനം അർഷദ് പറയുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, നേരത്തെ പറയുന്നുണ്ടല്ലോ അയാൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിൻ്റെ കൈയൊന്ന് തരൂ എന്ന് പറയുന്നുണ്ട്. ഹോൾഡ് വൺ എൻഡ് ഓഫ് യുവർ സ്റ്റിക്ക്, ഐ വിൽ ഹോൾഡ് ദ അതർ. നിങ്ങളുടെ സ്റ്റിക്കിൻ്റെ ഒരു എൻഡ് പിടിക്കൂ, മറ്റേ എൻഡ് ഞാൻ പിടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഐ കാൺട്ട് ഹോൾഡ് യുവർ ഹാൻഡ് എനി മോർ, എനിക്കിനി നിങ്ങളുടെ കൈ പിടിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളിനി എൻ്റെ ഭർത്താവല്ലല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൈ പിടിക്കാൻ പറ്റില്ല, ഞാൻ ഈ വടിയിൽ പിടിച്ചോളാം എന്ന് പറയാണ്. സൂക്ഷിച്ച് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ തട്ടി വീഴും എന്ന് പറയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ആ കസ്റ്റം, ആ ഒരു ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച് ആ ഒരു കസ്റ്റം, അത് കാരണം അത് തെറ്റാണ് എന്ന വിശ്വാസം കാരണം അവർക്ക് ഇനി ഒരിക്കലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ പറ്റില്ല, അയാളുടെ കൈ പിടിക്കാൻ പോലും അവർക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു കസ്റ്റത്തിനെയൊക്കെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുമിച്ച് പരസ്പരം ഒരു സഹായമായിട്ട്, തുണയായിട്ട് ഒരുമിച്ച് പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇനി നമ്മൾ ജീവിക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യാം, മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, പണിയെടുത്ത് ജീവിക്കാം എന്ന് തീരുമാനിച്ച് അവർ മുന്നോട്ട് പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.